നിങ്ങൾ വാസ്തുശാസ്ത്രം പഠിച്ച ഒരാളാണ്. ഏതെങ്കിലും വീട് അതിൻ്റെ പേര് പൊളിക്കേണ്ടി വന്നിട്ടുണ്ടോ? പൊളിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പൊളിച്ചിട്ടില്ല ഞാൻ ഇതുവരെ പൊളിച്ചിട്ടില്ല. ഞാൻ അവരെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അവരുടെ മനസ്സിലുള്ള ഒരു ഇതുണ്ടല്ലോ, ഭീതി ഉണ്ടല്ലോ, അത് ഞാൻ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെക്ക് പടിഞ്ഞാറേ മൂലയാണ് കന്നിമൂല എന്ന ഒരു വിഭാഗം ആൾക്കാർ പറയും. ഒരു വിഭാഗം ആൾക്കാർ പറയും കന്നിരാശിയിൽ വരുന്നതുകൊണ്ടാണ് അതിനെ കന്നിമൂല എന്ന് പറയുന്നതെന്ന് പറയും. പിന്നെ ആ ഭാഗത്ത് ടോയ്ലറ്റ് വന്ന പ്രശ്നമാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉത്തമ ഭൂമി എന്ന് പറയുന്നതായിട്ട് അത് കേരളത്തിൻ്റെ കണ്ടീഷൻ വെച്ചിട്ടാണെങ്കിൽ തെക്ക് ഭാഗം ഉയർന്ന് പടിഞ്ഞാറ് ഭാഗം ഉയർന്ന് കിഴക്കോട്ടും വടക്കോട്ടും ചായവുള്ള ഭൂമി എന്നാണ്. അങ്ങനെ വരുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗമായിരിക്കും ഏറ്റവും ഉയർന്നു നിൽക്കുക. അപ്പോൾ ആ ഭാഗത്തു നിന്നായിരിക്കും എല്ലാ വർക്കും സ്റ്റാർട്ട് ചെയ്ത് വരിക. അതിനനുസരിച്ചായിരിക്കും. അതേപോലെ ആ ഭാഗത്ത് വെള്ളം വീണാൽ അത് ഈ കിഴക്കോട്ടും വടക്കോട്ടും ഒഴുകും. അപ്പോൾ കിഴക്ക് ഭാഗത്തായിരിക്കും മിക്കവാറും കിണർ വെക്കുക. കിഴക്കോ പടിഞ്ഞാറോ ഭാഗത്തായിട്ടായിരിക്കും വെക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം കിണറ്റിൻ്റെ ആ ഏരിയയിലൊക്കെ വീഴണം. അടുക്കള അതിനനുസരിച്ചാണ് വെക്കുക. അപ്പോൾ ഈ കിണർ മൂടുകയാണെങ്കിലോ? കിണർ മൂടുകയാണെന്നൊന്നുമില്ല. ഇപ്പം നമ്മൾ അണ്ടർഗ്രൗണ്ട് ടാങ്കല്ലേ യൂസ് ചെയ്യുന്നത്. തുറന്നു കിടക്കുന്നുണ്ടാണല്ലോ ഈ പ്രശ്നം മുഴുവൻ കിടക്കുന്നത്. ആണ് ഇപ്പം എല്ലാവരും മൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന മിക്ക കിണറും പ്രശ്നമില്ല. ദിക്ക് പ്രശ്നമുണ്ട്.